ഹായ് ഹലോ വെൽക്കം ടു മൈ ഫുഡീസ് കോർണർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇരുമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഇരുമീൻ എവിടെ നിന്നാണ് കിട്ടിയ വെച്ചാൽ എൻ്റെ ബ്രദർ പുഴയെന്ന് ചൂണ്ടലിട്ടിട്ട് പിടിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് രാത്രിയായിരുന്നു കേട്ടോ ക്ലീൻ ആക്കുന്നത്, അതുകൊണ്ടാണിത് ഇങ്ങനെ അത്ര ക്ലിയറായിട്ട് കാണാത്തത്. അപ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് സാധാരണ മസാല പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 ഇരുമീനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊന്ന് നല്ലതായിട്ടൊന്ന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് വിനാഗിരി വെച്ചിട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാന് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ്. അതൊന്ന് അതിലേക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്, ഒരു ചെറിയ തക്കാളിയാണ്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ചേർത്തെടുത്തതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു വാഴൻ്റെ ഇല എടുത്തൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ വാഴൻ്റെ ഇലയിലേക്ക് നമുക്ക് ഈ മസാല ഇങ്ങനെ ഒരു വാഴൻ്റെ ഇലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മീൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടെ ആ ഒരു മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ടെടുക്കാം. ഇനി മീൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ നമുക്ക് ഈ മീൻ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.